അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു ദയയുമില്ലാതെ സ്വന്തം ഉമ്മയെ വെട്ടാൻ ഓങ്ങുന്ന സമയത്ത് ഉമ്മ മുഹമ്മദ് ആഷിഖിനോട് പറഞ്ഞത്രേ, മോനെ ഞാൻ നിന്റെ ഉമ്മയാടാ, നീ നിന്റെ ഉമ്മയെയാണോ വെട്ടുന്നത് എന്ന്. അത് കേട്ടിട്ട് പോലും മുഹമ്മദ് ആഷിഖിന് ഒരു കുലുക്കും ഉണ്ടായില്ല എന്നാണ്. താമരശ്ശേരി അടിവാരത്ത് സ്വന്തം ഉമ്മയെ 20ലധികം തവണ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ മുഹമ്മദ് ആഷിഖ് ഇന്ന് മുഹമ്മദ് ആഷിഖ് എവിടെയാണെന്നറിയോ? ഇന്ന് മുഹമ്മദ് ആഷിഖ് ഉള്ളത് കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ്. എന്തുകൊണ്ടാണ് മുഹമ്മദ് ആഷിഖ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്? സ്വന്തം ഉമ്മയെ വെട്ടിയപ്പോൾ അവനൊരു കുലുക്കും ഉണ്ടായില്ല. അതിനുശേഷവും അവൻ ആ വിഷയത്തിലൊരു പശ്ചാത്താപം, അതല്ലെങ്കിൽ ഒരു മാനസികമായി താൻ ചെയ്ത് തെറ്റായിപ്പോയി എന്നുള്ളൊരു ചിന്ത പോലും മുഹമ്മദ് ആഷിഖിന് ഉണ്ടായിട്ടില്ല. അത്രത്തോളം മുഹമ്മദ് ആഷിഖ് ലഹരിക്ക് അടിമയായി എന്നുള്ളതാണ്. ലഹരിക്ക് അഡിക്റ്റായി മുഹമ്മദ് ആഷിഖ് ഒരു മാനസിക രോഗിയായി മാറിയിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പോലീസ് കസ്റ്റഡിയിലും ജയിലിലുമൊക്കെ മുഹമ്മദ് ആഷിഖ് മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ചിരുന്നു. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു മുഹമ്മദ് ആഷിഖ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മുഹമ്മദ് ആഷിഖിനെ കോഴിക്കോട് കുതിരവട്ടത്തുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഞാൻ മുഹമ്മദ് ആഷിഖിനെ കുറിച്ചല്ല പറഞ്ഞു വരുന്നത്. നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മളറിയാതെ നമ്മുടെ കുട്ടികൾ പലപ്പോഴും ലഹരിക്ക് അടിമകളായി മാറുന്നുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ ഒരു പക്ഷേ നമ്മുടെ മക്കളും ഇതിന് ഒരു പക്ഷേ അടിമകളായി മാറിയേക്കാം. ഇതിൽ ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല. വളാഞ്ചേരിക്കാരനായ നിസാം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാൻ വേണ്ടി കഴിഞ്ഞു. റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു റിപ്പോർട്ടർ നടത്തിയ അഭിമുഖം. ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, 22ാമത്തെ വയസ്സിലാണ്, എനിക്ക് അതുവരെ ഒരു കുഴപ്പമുണ്ടായില്ല, ഞാനൊരു സിഗരറ്റ് പോലും വലിച്ചിരുന്നില്ല എന്ന്. വളരെ മാന്യമായി ജീവിച്ചിരുന്ന, നാട്ടിലെല്ലാവർക്കും നല്ല അഭിപ്രായം ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. 22ാമത്തെ വയസ്സിന് ഒരു ഡിസംബറിൻ്റെ അവസാനം അവൻ കോഴിക്കോട് ബീച്ചിലേക്ക് തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം പോയതാണ്. സുഹൃത്തുക്കളുടെ കയ്യിൽ MDMA ഉണ്ടായിരുന്നത്ര. അവനതൊന്നും അറിയില്ലായിരുന്നു. അവിടെ എത്തിയപ്പോൾ സുഹൃത്തുക്കൾ അവനെ നിർബന്ധിച്ച് ഇതൊന്ന് കഴിച്ചു നോക്ക്, ഇത് കഴിച്ചു നോക്കിയത് കൊണ്ട് ഇതിന് അഡിക്റ്റ് ആവുമൊന്നുമില്ല, ഇത് കഴിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരു ധൈര്യമായിരിക്കും, പിന്നെ നിനക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് ലഭിക്കും എന്നൊക്കെ ഇവനോട് പറയുന്നു. ഒരുപാട് തവണ സുഹൃത്തുക്കൾ നിർബന്ധിച്ചപ്പോഴാണ് ഒരു ചെറിയൊരു കഷ്ണം അവൻ ആദ്യമായി ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അവനക്ക് തന്നെ വല്ലാത്തൊരു ധൈര്യവും കോൺഫിഡൻസ് ഒക്കെ തോന്നുന്നു. പിന്നെ ഒരു വട്ടം ഉപയോഗിച്ചിട്ടുള്ളൂ, പിന്നീട് അവനത് കിട്ടണം എന്നുള്ള അതിയായ താല്പര്യം ഉണ്ടാവുന്നു. പിന്നീട് ഈ സാധനം അന്വേഷിച്ചുകൊണ്ട് ഇവൻ വയനാട് വരെ പോയി എന്നാണ്. വയനാട് പോയിട്ടാണ് 1500 രൂപ കൊടുത്ത് ഇവൻ ഈ സാധനം വാങ്ങുന്നത്. പിന്നീട് അത് കഴിച്ചപ്പോൾ പിന്നെ അതിനേക്കാളും ഡോസുള്ളത് വേണം. പിന്നീട് അതിനു വേണ്ടി 10,000, 20,000, 25,000 രൂപയൊക്കെ ചെലവഴിച്ചിട്ടാണ് ഇവൻ പിന്നീട് ഈ സാധനങ്ങൾ വാങ്ങുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നായി MDMA വാങ്ങുന്നത്. പിന്നീട് ഇത് വാങ്ങുന്നതിന് വേണ്ടി പലരുടെ കയ്യിൽ നിന്നും ക്യാഷ് കടം മേടിക്കുന്നു. പിന്നീട് നാട്ടിൽ മുഴുവൻ ഇവൻ ഇതിൻ്റെ അഡിക്റ്റാണ് എന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയുന്നു. പിന്നെ എല്ലാവരും ഇവനെ വെറുക്കുന്നു. അവസാനം ഇവൻ സ്വയം തിരിച്ചറിഞ്ഞ് ഞാൻ അതിൽ നിന്നും മാറി എന്നൊക്കെയാണ് ഈ സുഹൃത്ത് പറയുന്നത്. അവൻ പറയുന്നത്, ഇതൊരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുക, അതല്ലെങ്കിൽ മറ്റുള്ളവരെ നിർബന്ധിച്ചതിൻ്റെ പേരിലായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. പക്ഷെ ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് അഡിക്റ്റായി മാറും. പിന്നെ അതിൽ നിന്ന് ഒരു മോചനം സാധ്യമാവുക പ്രയാസമായിരിക്കുമെന്ന് നിസാം എന്ന് പറയുന്ന ഇതിന് അഡിക്റ്റായിരുന്ന ഒരു ചെറുപ്പക്കാരൻ തന്നെ തുറന്ന് പറയുന്ന ഒരു വീഡിയോ ഇന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞു. നമ്മളത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. 6, 7, 8 തവണയൊക്കെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി ആക്കിയിട്ട് അവിടെ നിന്ന് ചികിത്സ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വീണ്ടും ഇത് ഉപയോഗിക്കുന്ന എത്രയോ ചെറുപ്പക്കാരെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. മുഹമ്മദ് നിസാം എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ തന്നെ പറയുന്നുണ്ട്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോവുക. 1ാമത്തെ ഘട്ടത്തിൽ വലിയ കോൺഫിഡൻസ് ഉണ്ടാകും, വലിയ ധൈര്യം ഉണ്ടാകും, എന്തും ചെയ്യാം എന്നുള്ള ഒരു ധൈര്യം അവനുണ്ടാകും. പിന്നീട് 2ാമത്തെ ഘട്ടം എന്ന് പറയുക കുറച്ച് ഉപയോഗിച്ച് അങ്ങനെ കുറച്ച് കഴിയുന്ന സമയത്ത് പിന്നീട് സംശയമായിരിക്കും. എല്ലാവരെയും സംശയം, കുടുംബത്തിലുള്ളവരെ മുഴുവൻ സംശയമായിരിക്കും. ആ സംശയത്തിൻ്റെ പേരിൽ പിന്നെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവും, ബന്ധങ്ങളൊക്കെ ശിഥിലമായി തുടങ്ങും. പിന്നെ 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഒരു അക്രമാസക്തമാവുന്ന ഒരു ഘട്ടമാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കുക, ഉമ്മമാരെ വേദനിപ്പിക്കുക, മാതാപിതാക്കളെ വേദനിപ്പിക്കുക, തൻ്റെ കൂട്ടുകാരെ വേദനിപ്പിക്കുക, ആക്രമിക്കുക. ഈ ഒരു അക്രമവാസനയായിരിക്കും 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. അത് തന്നെയാണ് നിലവിൽ മുഹമ്മദ് ആഷിഖിന് പറ്റിയത്. കുന്നംകുളത്ത് വടക്കേക്കാടുള്ള മുന്നയ്ക്ക് പറ്റിയത് അത് തന്നെയാണ്. ഉമ്മയെ വേദനിപ്പിക്കലായിരുന്നു. അടിവാരത്ത് ഉമ്മയെ കൊലപ്പെടുത്തിയ സുബൈദ എന്നു പേരുള്ള 53 വയസ്സുകാരിയെ ഉമ്മയെ കൊലപ്പെടുത്തിയ ആഷിഖിൻ്റെ ഹോബി നിരന്തരം ഉമ്മയെ മർദ്ദിച്ചിരുന്നു. ഉമ്മ വേദനിച്ച് കരയുമ്പോൾ അവൻ അതിൽ ആനന്ദം കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്.
അത് തന്നെയായിരുന്നില്ല കുന്നംകുളത്തിനടുത്ത് വടക്കേക്കാട് വല്ലിപ്പിയെയും വല്യമ്മയെയും ക്രൂരമായി കഴുത്തറത്ത് കൊലപ്പെടുത്തിയ മുന്നയുടെ അവസ്ഥയും മറ്റുള്ളവരെ ആക്രമിക്കുന്നത്, അതും തന്നോട് ഏറ്റവും അടുത്തിടപഴകിയ തന്നെ പൊന്നുപോലെ സ്നേഹിച്ചിരുന്ന ആളുകളെയാണ് ഇവർ ഈ കൊലപ്പെടുത്തിയത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈ ലഹരിയുടെ 3-ാം ഘട്ടം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഘട്ടം ഇവർ സ്വയം ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടമാണ്. തന്നോട് എല്ലാവർക്കും വെറുപ്പാണ്, തൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇനി തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഇനി ലഹരിയില്ലാതെ ജീവിക്കാനും കഴിയില്ല, തനിക്ക് ലഹരി വാങ്ങാനുള്ള ക്യാഷും തനിക്ക് ലഭിക്കുന്നില്ല, ഇനി തനിക്ക് ജീവിതം അവസാനിപ്പിക്കലല്ലാതെ തൻ്റെ മുന്നിൽ ഒന്നുമില്ല എന്നുള്ള ആ ഒരു ഘട്ടത്തിലാണ് പലപ്പോഴും കയറെടുക്കുന്നതും ബ്ലേഡ് എടുക്കുന്നതും ട്രെയിനിന് മുന്നിൽ ചാടുന്നതും എന്നൊക്കെ നിസാം തന്നെ, ഇതിൽ നിന്ന് മോചിതനായി വന്ന നിസാം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ മക്കളെ പല നിലക്കും ഇത്തരം കെണിവലകളിൽ, ലഹരിയുടെ കെണിവലകളിൽ അകപ്പെടുത്താൻ ശ്രമിക്കുന്ന നല്ലൊരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. മുഹമ്മദ് നിസാം തന്നെ പറയുന്നുണ്ട്, ഇത് എൻ്റെ കയ്യിൽ നിന്ന് മുഹമ്മദ് നിസാൻ ഇത് ഉപയോഗിച്ചിരുന്നു എന്ന് മാത്രമല്ല, ഇത് വിൽപ്പന നടത്തുക കൂടി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം പറയുന്നുണ്ട്, ഇത് വാങ്ങുന്നത് നമ്മൾ വിചാരിക്കും സമൂഹത്തിലെ ഏറ്റവും മോശപ്പെട്ട നിലയിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന തട്ടിൽ കിടക്കുന്ന ആളുകളായിരിക്കും എന്നൊക്കെ. അങ്ങനെയല്ല, മുഹമ്മദ് നിസാമിൻ്റെ കയ്യിൽ നിന്ന് ഈ ലഹരി വസ്തുക്കൾ വാങ്ങിയിരുന്നത് ഡോക്ടർമാരാണ്. ആങ്ങളെയും പെങ്ങളും ഒരുമിച്ച് വന്ന് വാങ്ങിയിരുന്നു, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വന്ന് വാങ്ങിയിരുന്നു. വലിയ സമ്പന്ന കുടുംബത്തിലെ മക്കളാണ്, നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, നല്ല ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി പഠിക്കുന്നവരാണ് പലരും ഇതൊക്കെ വന്ന് വാങ്ങിയിരുന്നത് എന്ന് മുഹമ്മദ് ആഷിഖ് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മൾ പിന്നീട് ദുഃഖിക്കേണ്ടി വരും, ഖേദിക്കേണ്ടി വരും. നമ്മുടെ വീട്ടിലൊരു ആഷിഖ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു മുന്നയുണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ കുടുംബം താറുമാറാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും.